ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും ആശ്വാസം പ്രാപിക്കാൻ കഴിയാതെ അതീവ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. യേശു ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഉള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലക്ഷക്കണക്കിന് മനുഷ്യര് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വരാൻ കാരണം എന്താണെന്നറിയാമോ? ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ആശ്വാസം, സമാധാനം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ലഭിക്കും. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കണ്ട് പ്രവചിക്കുക, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കും. നീണ്ട വർഷങ്ങളായി ദുഃഖം ഹൃദയത്തിൽ കൊണ്ടു നടന്ന് എന്നെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ല, എൻ്റെ ഈ ദുഃഖം എന്ന് മാറും, എൻ്റെ ഈ കഷ്ടകാലം എന്ന് മാറും, എൻ്റെ ഈ വെല്ലുവിളി എന്ന് മാറുമെന്ന് 100 ചോദ്യങ്ങളുമായി മനസ്സു തകർന്നിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക, ഇനിയും ദുഃഖിച്ച് നടക്കേണ്ട കാലങ്ങളല്ല, നീ ആശ്വാസം പ്രാപിച്ച് ദൈവത്തോടൊത്ത് മുന്നോട്ട് യാത്ര ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. പ്രവാചക ശബ്ദം വെളിപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യം, അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. സ്തോത്രം. ചിലത് കണ്ട് സന്തോഷിക്കാൻ പോവാ, ചിലതൊക്കെ തഴയ്ക്കുവാൻ പോകുക. അതിനർത്ഥം ഇന്നലകളിലെ ശൂന്യതകൾ, ഇന്നലകളിലെ ഒന്നുമില്ലായ്മകൾ, ഇന്നലകളിലെ പരാജയങ്ങളൊക്കെ മാറിയിട്ട് കർത്താവ് നിന്നെ ഈ ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ പോവുക. കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് നടക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് ഒരു വലിയ സമാധാനം, ഒരു വലിയ ആശ്വാസം ഈ ദിവസങ്ങളിൽ നിനക്ക് ലഭിച്ച് നീ ചിലത് കാണാൻ പോവാം, ചില പുതിയ തഴപ്പ് നീ കാണാൻ പോവാം. ആമേൻ. നമുക്ക് ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണം, അവരെ ദൈവം ആശ്വസിപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും, ഒരമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ. ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണ് ചിലത് കാണും, ഒരു പുതിയ തഴപ്പ് തന്നെ അനുഭവിക്കാൻ പോവാം. കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലസ് യു.